for the nation. ഉജ്ജ്വലമായ നിരവധി കഥാപാത്രങ്ങൾ അങ്ങയിലൂടെ മലയാള സിനിമയിൽ ഒരു ഘട്ടത്തിൽ ഏറെ വിജയിക്കുന്ന കഥാപാത്രങ്ങളുടെ മാതൃകയിൽ പിന്നീട് 1, 2, 3 വർഷം നിരവധി സിനിമകൾ അങ്ങ് അവയെല്ലാം സ്വീകരിക്കാൻ കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതനാകുന്നു. അതോടുകൂടി ആ വിജയിച്ച ആ ഒരു അടയാളത്തിന് മങ്ങലേൽക്കുന്നു, അങ്ങേക്കല്ല കഥാപാത്രത്തിന്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതുപോലെയുള്ളൊരു നവീകരണം നടക്കുന്നു. ഇതിനിടയിൽ നഷ്ടപ്പെടുന്ന 2-3 വർഷങ്ങളിൽ ചലച്ചിത്രം വ്യവസായം മാത്രമായി മരവിച്ചു പോകുന്നു എന്നുള്ള ഒരു സങ്കടം തോന്നാറുണ്ടോ? എല്ലാ ആക്ടേഴ്സിനും പറ്റുന്നതാണ്. എല്ലാ ആക്ടേഴ്സിനും എല്ലാ സ്ഥലത്തും പറ്റുന്നതാണ്. കാര്യം അത് ചുമ്മാ പറഞ്ഞാൽ പോരാ, മോഹൻലാലിൻ്റെ നടനെ ഞാൻ പിഴിഞ്ഞെടുക്കുക, അതിങ്ങനെയുള്ള കഥകളുണ്ടാവണം അല്ലേ? എപ്പോഴും ഒരു ആ ഫോർമുലയുടെ പുറകെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പ് ഞാൻ ചില ആൾക്കാരോട് സംസാരിക്കുന്നു. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂ ജനറേഷനിലെ 1-2 സിനിമകൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സിനിമകൾ വരികയാണ്. അതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ സിനിമയുടെ സിസ്റ്റം എല്ലാം മാറി. പണ്ട് ഫിലിം വാങ്ങിക്കണം, ക്യാമറ വരുന്നത്. ഇപ്പോൾ പുതിയ ടെക്നിക്കുകളും പുതിയ ഗാഡ്ജറ്റ്സുകളും വന്നിട്ട് ഫിലിമോ കാര്യങ്ങളൊന്നും വേണ്ട, ആർക്കും സിനിമകൾ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലായി. പക്ഷെ എന്താണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത്, നമ്മളൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളിലൂടെയാണ് പഠിച്ചു വരുന്നത്. പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് സിനിമ ചെയ്യാതിരിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യണം. ഈ സിനിമ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഈ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ്. ഇപ്പോൾ എനിക്ക് സിനിമ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ ചെയ്യില്ല, പക്ഷേ എൻ്റെ വലിയൊരു പാരഫെർനേലിയ നമ്മുടെ പുറകെയുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഡയറക്ടേഴ്സാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ്. ഇടയ്ക്ക് വീണ്ടും ഒരു സിനിമ നന്നായി വന്ന് വീണ്ടും അത് മോശമായിട്ട് മാറുകയാണ് ഇപ്പോഴും വീണ്ടും. അപ്പോൾ ഇതിനൊരു നിയമനിർമ്മാണം എങ്ങനെ ഉണ്ടാക്കാം? ഇങ്ങനെ മോശമായ സിനിമ എടുക്കുന്നവരെ ഇത്ര നാളത്തേക്ക് ശിക്ഷിക്കുന്നല്ല എന്തെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫേസാണ്, അത് ഒരു ആക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സിനിമ വേണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. അതെ, ഇത് ഞാൻ പറയട്ടെ, ഇപ്പോൾ പ്രണയം എന്നുള്ളൊരു സിനിമ അല്ലേ, അങ്ങനെ ഒരു സിനിമ കിട്ടാൻ എത്രയോ വർഷങ്ങൾ കാത്തിരിക്കണം. അല്ലെങ്കിൽ തന്മാത്ര എന്നൊരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഭ്രമരം, ബ്ലസ്സികളുടെ സിനിമ എല്ലാം തന്നെ നമുക്ക് വളരെ വ്യത്യാസം. സ്പിരിറ്റ് എന്നൊരു സിനിമ അല്ലേ, രഞ്ജിത്ത് എന്ന് പറയുന്ന അയാളാണ് ഏറ്റവും ഇത്തരം കാര്യങ്ങൾ എഴുതി തുടങ്ങിയത്. നരസിംഹം, പക്ഷെ ആ സിനിമകളും നമ്മൾ കാണുമ്പോൾ അത് ചുമ്മാ അതിലൊരു ആക്ഷൻ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു അച്ഛനും മകനുമായിട്ടുള്ള തീവ്രമായ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു മകനും അമ്മയുമായിട്ടുള്ള ഏറ്റവും അങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുന്നത്. പക്ഷെ പിൽക്കാലത്ത് വന്ന പലരും ആ എലിമെൻ്റ് മറന്നുപോയി. വെറും ആക്ഷനും കാര്യങ്ങളും കൊണ്ട് നമുക്ക് സിനിമ ശൈലിയിൽ പിടിച്ചു വെച്ചാൽ അതിപ്പോൾ നമ്മുടെ കൂടെ തെറ്റാണ്. നമ്മൾ അതിൽ നിന്ന് കൊടുക്കാനേ പറ്റുള്ളൂ ഒരു പരിധി വരെ. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി അത്തരം സിനിമകൾ എല്ലാം എനിക്ക് ഭയങ്കരമായി ബോധമുണ്ടായി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. വീണ്ടും ഞാൻ തെറ്റുകൾ ചെയ്യാൻ പ്രേരിതനാകാം. ഇപ്പോഴേ രഞ്ജിത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ട്, രഞ്ജിത്ത് ഒരുപക്ഷെ ഇത്തിരി അതിശയോക്തിപരമായൊരു പ്രസ്താവനയല്ല, ഒരു എഴുത്തിൽ പറഞ്ഞ കാര്യം അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു പ്രതികരണം അറിയാൻ. അദ്ദേഹം ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് എപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ അങ്ങയുടെ 2 സിനിമകളിലെ വേഷങ്ങളെ സത്യത്തെ പ്രകാശിപ്പിക്കുന്ന വേഷങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഇരുവർ മണിരത്നം ചിത്രത്തിലെ അങ്ങയുടെ MGR ആ ഒരു റോളും, അതോടൊപ്പം തന്നെ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ എന്ന കഥകളി നടൻ്റെ ആ ഒരു കാര്യവും. എന്നിട്ട് ശ്രീ രഞ്ജിത്ത് പറയുകയാണ്, നിരവധി പ്രകാശമാനമായ വേഷങ്ങൾ ശ്രീ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ 2 വേഷങ്ങൾ മാത്രമാണ് സത്യത്തെ മുൻനിർത്തിയുള്ളത്, ബാക്കിയെല്ലാം സാങ്കല്പികമായിരുന്നു എന്ന്. ഇത്തരം ഒരു നിരൂപണത്തെ അങ്ങ് എങ്ങനെ ഉൾക്കൊള്ളും? ഇപ്പോൾ വലിയ ആക്ടേഴ്സിൻ്റെ എടുത്തു കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളുണ്ട്. അവരുടെ 1-2 സിനിമകളായിരിക്കും ഏറ്റവും വലിയ സിനിമകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയണ ഇപ്പോൾ ദേവാസുരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ അന്നത്തെ ഏറ്റവും വലിയ സിനിമയാണ്. അപ്പോൾ ഇരുവർ എന്നൊക്കെ പറയുന്ന സിനിമയുടെ ക്രാഫ്റ്റ് വൈസ് ആണ് ദ ബെസ്റ്റ് സിനിമയായിരുന്നു അല്ലേ? പിന്നെ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ ഫോറിൻ കൊളാബറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സുകളിൽ ഒരുപാട് കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുള്ള സിനിമയാണ്.
നമുക്ക് മലയാള സിനിമയെ കൈവച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഹോളിവുഡ് സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയായിട്ട് കമ്പയർ ചെയ്യണം. മണിരത്നം എന്ന് പറയുന്ന അദ്ദേഹം ആ ക്രാഫ്റ്റ് വൈസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ് ഇരുവർ. അത് വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തോന്നിയ കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, എത്ര ഒരു 100 പുസ്തകം എഴുതിയ ഒരാളുടെ ഏറ്റവും ഒരു പുസ്തകമായിരിക്കും ഏറ്റവും വലിയ ബുക്ക്. അങ്ങനെ ചില അത്യപൂർവമായിട്ട് സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മറുപടി അതിനെക്കാട്ടിലും മുകളിൽ ഒരു സിനിമയുമായിട്ട് രഞ്ജിത്ത് വരട്ടെ. അതെ, അതാണ്. പ്രത്യേകിച്ച് രഞ്ജിത്ത് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. അതായത് മോഹൻലാലിന് അർഹമായ ചലഞ്ചുകൾ നൽകുന്നതിൽ മലയാളത്തിലെ സിനിമാ രചയിതാക്കൾ വിജയിച്ചില്ല, അല്ലെങ്കിൽ വിജയിക്കേണ്ടുന്ന അത്രയും വിജയിച്ചില്ല. എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിന് രഞ്ജിത്തിൻ്റെ സിനിമകൾ തീർച്ചയായിട്ടും സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ആസ് ആൻ ആക്ടർ എനിക്ക് ഒരുപാട് പോസിബിലിറ്റിയിലേക്ക് വന്നു. കാര്യം ഞാൻ അന്ന് വരെ ചെയ്യാത്ത അങ്ങയുടെ ഒരു റോളാണ് ഞാൻ അതിലിരുന്ന് ചെയ്യുന്നത്. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് എനിക്ക് ഇന്റർവ്യൂ ചെയ്ത പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആരെയും അതിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലേ? അദ്ദേഹം കുറച്ചൊരു ആൽക്കഹോളിൻ്റെ ബേസിൽ അദ്ദേഹമല്ല സംസാരിക്കുന്നത്, അകത്ത് കിടക്കുന്ന ആൽക്കഹോൾ. അപ്പം കുറച്ച് പേടിയുള്ള ആളാണ്, കാര്യം കുറച്ച് അപ്പോൾ ഓവർ ഡൂ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അത്തരം ഒരു നല്ല സിനിമ എടുക്കാൻ എപ്പോഴും ആഗ്രഹമുള്ള ആളാണ് രഞ്ജിത്ത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ നാക്ക് പൊന്നാകട്ടെ. ദേവാസുരത്തിൽ ഒരു ചിത്രത്തിലെ പരിസംക്രമണം, ആസുര പ്രകൃതവും എന്നാൽ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ദേവഭാവവും, അതോടൊപ്പം തന്നെ ഇങ്ങേയറ്റത്ത് ഹുസൈനസ് അബ്ദുള്ള അങ്ങ് തന്നെ നിർമ്മിച്ച പടം, അതിൽ സംഗീതവും രാക്ഷസീയതയും ഹിംസാത്മകതയുമൊക്കെ സമഞ്ചേരുന്ന ഒരു തലം, വിവിധ മാനങ്ങളുള്ള ഒരു അഭിനയ ചാതുരി എന്നിലുണ്ട്. അത് എനിക്ക് പ്രകാശിപ്പിക്കാൻ അവസരം തരുന്ന വെല്ലുവിളികൾ തരൂ എന്ന് അങ്ങ് തന്നെ ആവശ്യപ്പെടുന്നത് പോലെ തോന്നുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം മറ്റൊരാളിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തോന്നുന്നതായിരിക്കാം. അങ്ങനെ ആയിട്ടാണ്, വലിയൊരു ഫിലോസഫിയാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചാൽ അത് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് മോഹൻലാലിൻ്റെ അടുത്ത സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമ ആകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. കാര്യം വാനപ്രസ്ഥം എന്നൊരു സിനിമ ഞാൻ ആഗ്രഹിച്ചതല്ല, അല്ലേ? സ്പിരിറ്റ് എന്നുള്ള ഞാൻ ഒരുപാട് പേരിലെ കാര്യങ്ങൾ ആഗ്രഹങ്ങളായിട്ട് എഴുതി ഒന്ന് സ്ക്രിപ്റ്റായി അത് എന്നിലേക്ക് വരുന്നു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഭാഗ്യം എന്നുള്ള വാക്ക് വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നു. അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ല ഏതാണ് ഈ അടുത്ത സിനിമ, നിങ്ങൾ ഏറ്റവും നല്ലൊരു നിങ്ങളുടെ ഡ്രീം റോൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല.